സാധാരണ കർഷകർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാത്ത ഒരു കൺസെപ്റ്റാണല്ലോ. അപ്പോൾ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു എപ്പിസോഡാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ പോണത്. जिंदगी में जो खुशी मिलने वाला काम है तो एक है वो अग्रिकल्चर काम है. ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹവും അത് നമുക്കൊരു നന്മയുണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് അതിൻ്റെ അവസാന റിസൾട്ട് കിട്ടി ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുക്കും. ദാറ്റ് ഈസ് വൈ സം ഡെഫിഷ്യൻസീസ് ആർ ദർ ഇൻ റാപ്പിംഗ് ദീസ്. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വാഴയ്ക്ക് നമ്മൾ പൊതിഞ്ഞ് കൊടുക്കുക എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ വാഴയ്ക്ക് നേന്ത്രവാഴയ്ക്കൊക്കെ പൊതിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തൊടമുള്ള നല്ല കളറുള്ള കൊലകൾ നമുക്ക് ഓണത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചങ്ങാലിക്കോടനെ വാഴ പൊതിയുന്നത് എങ്ങനെയാണെന്നുള്ളതുള്ളൊരു വീഡിയോയിലൂടെ നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ അത് നമ്മുടെ കൊല ഏകദേശം തൊടുത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നല്ല മുളയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ പൊതിഞ്ഞ് കൊടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോണത്. അത് നമുക്ക് വാഴക്കൊല പൊതിയാനായിട്ടുള്ളത് മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ആവശ്യം പഴയ മുളയില എന്നൊക്കെ പറയും. മുളയില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വേറെ വാഴയുടെ ചെറുവാഴയുടെയൊക്കെയാണ് നന്നായിരിക്കുക കേട്ടോ. ആ വാഴക്കൂട്ടത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ വാഴയുടെ ഉണങ്ങിയിട്ടുള്ള ഒടിഞ്ഞു വീണിട്ടുള്ള ഇലകളുണ്ടല്ലോ, ഉണങ്ങിയിട്ടുള്ള നല്ല ഉണക്കുള്ള നനവില്ലാത്ത ഇലകൾ നമ്മൾ മുറിച്ചെടുക്കാൻ പോകണം. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ പൊതിയാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും വെട്ടിയിട്ട് നമ്മുടെ വാഴയുടെ കടക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കയറാൻ വേണ്ടിയിട്ട് ഏണി വെക്കണൊക്കെ നല്ലത് ലാഡർ അല്ലെങ്കിൽ പണ്ടൊക്കെ കുതിരയാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. കുതിര മരത്തിൻ്റെ, ശരിക്കുള്ള കുതിരയല്ല, മരത്തിൻ്റെ കുതിര. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആ സംഭവം കുറച്ച് ഡിഫിക്കൽട്ടാണ് സംഘടിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് എന്ത് മേടിക്കണം, ലാഡർ മേടിക്കാൻ പോകാണ് കേട്ടോ. ലാഡർ മേടിച്ചിട്ട് വേണം നമ്മളിത് മുകളിൽ നിന്നിട്ട് ഇത് സ്റ്റാൻഡ് ചെയ്തിട്ട് വേണം ഇത് കെട്ടാനായിട്ട്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ലാഡർ മേടിച്ചിട്ട് വരാം. അപ്പോൾ വാഴ പൊതിയാനായിട്ടുള്ള ലാഡർ മേടിക്കാൻ പോയപ്പോൾ ബോധം പോയിട്ടാണ് തിരിച്ചു പോകാൻ നോക്കണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാഡറിന് 2420 പറഞ്ഞത്. നമുക്ക് ഈ 10 വാഴ പൊതിയാനായിട്ട് ഇത്രയും ചിലവാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നുന്നത്. എപ്പോഴും നമ്മൾ കർഷകർ റേഷണലായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കിട്ടുന്ന വരുമാനവും ഇതിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൃഷിയെ സംബന്ധിച്ച് അറിയാലോ. അപ്പോൾ പരമാവധി എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് തക്കട തരികിട കുലിശിത പ്രവർത്തികൾ ചെയ്തിട്ട് വേണം നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യണത് കയറി നിൽക്കാനായിട്ട് നമുക്ക് സാമ്പത്തിക മാന്ദ്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു മേശ, ഊണുമേശയാണ് കേട്ടോ അത്. അപ്പോൾ ആ മേശയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് ഈ ഒരു പരിപാടി ഒപ്പിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് അത് അടുപ്പിക്കാൻ നോക്കാം. അപ്പോൾ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു എപ്പിസോഡാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ പോണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് നോക്കിയപ്പോൾ വാഴ പൊതിയുന്ന ഒരൊറ്റ വീഡിയോ പോലും കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ഇത് ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാഴ പൊതിയണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൃഷിയുടെ പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും നമുക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹവും അത് നമുക്കൊരു നന്മയുണ്ടെങ്കിൽ നമുക്കത് ഭംഗിയായിട്ട് അതിൻ്റെ അവസാന റിസൾട്ട് കിട്ടുന്നവരെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കൊല പൊതിയാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ഇങ്ങനെ ഓരോ പടലകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ പറയാൻ പോണത് പരമ്പരാഗതമായ രീതിയിൽ നമ്മൾ പണ്ട് തൊട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഹൈടെക് ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് മൂടുക ചെയ്യണത്. അതിനേക്കാളൊക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ ഇതുപോലെ ഈ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ ഗ്യാപ്പിനനുസരിച്ച് ഈ മുളയില നമ്മളിങ്ങനെ മടക്കിയിട്ട് ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ കവളിയിൽ ഇങ്ങനെ ഫില്ലായി നിന്നു. അപ്പോൾ അതുപോലെ നമ്മൾ പരമാവധി എല്ലാ കവളുകളും പരമാവധി നല്ല ടൈറ്റ് ആക്കിയിട്ട് പാക്ക് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്നറിയോ, ഈ കൃഷിപ്പണി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കൃഷിപ്പണി എന്ന് പറയുന്ന സംഭവം ഒരു പണിയില്ലാത്തവർ ചെയ്യണ തൊഴിലാണെന്നാണ് കൃഷിപ്പണി എന്ന് വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. കൃഷിപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ വൈദഗ്ധ്യം വേണം, അതിൻ്റേതായ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ വേണം. വെറുതെ ഒരു കൃഷിയല്ല. ആ ഒരു കൃഷിക്കാരനൊരിക്കലും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്കോ ഒരു ഡോക്ടർക്കോ ഒരിക്കലും ഒരു യഥാർത്ഥ കർഷകനാവാൻ സാധിക്കില്ല. അത് അനുഭവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ഒരു കർഷകനെ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള തക്കടത്തരികട പരിപാടികളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഫില്ല് ചെയ്ത് പോട്ടെ. ഇത് ഫില്ല് ചെയ്യണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറ്റ് ചെയ്യണതിൻ്റെ ഇതേപോലെ ടൈറ്റാക്കി വെക്കണതിൻ്റെ ഒരു ഗുണം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഭംഗിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ പരിപാടി ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനെ
എന്നെ പോലെ ശോഷിച്ച് നിൽക്കണ ഈ കായക്കൊലകളുണ്ടല്ലോ, ഈ കായക്കൊലകളൊക്കെ നല്ല നമ്മൾ ആ വെട്ടാറാകുമ്പോൾ മൂത്ത് കഴിഞ്ഞാൽ നല്ല തൊടായിട്ടിരിക്കും കേട്ടോ, നല്ല തുടുത്തിരിക്കും. തുടുത്തിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പോലെ ഇരിക്കണം? പരമാവധി നമ്മൾ ലോക്കാക്കിയിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ല് ചെയ്ത് കൊടുത്തു. ഇതുപോലുള്ള ടെക്നോളജി ഒന്നും ന്യൂ ജനറേഷനിലെ ഫ്രീക്കിഡ് ആക്കൾക്കുള്ള വൈബ് ഉണ്ടാവില്ല കേട്ടോ. ഈ വൈബ് കിട്ടണമെങ്കിൽ പണ്ടത്തെ കർഷകരുടെ അടുത്തേക്ക് പോകണം. जिंदगी में जो खुशी मिलने वाला काम है तो एक है, वो एग्रीकल्चर काम है. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഡയലോഗ് കേട്ടിട്ട് നമ്മുടെ CM, അതായത് ചിൽഡ്രൻസ് മദർ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. എന്താ ഇപ്പോൾ ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറയണമെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചോട്ടെ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ അറിയണമാണെന്ന്. സാധാരണ കർഷകർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാത്ത ആ ഒരു കൺസെപ്റ്റാണല്ലോ ഇപ്പോൾ ഉള്ളത് പിള്ളേർക്ക്. അപ്പോൾ നമ്മളാരാ മോൻ, നമ്മളിതൊക്കെ പഠിച്ചിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറച്ച് തടി കൂടി, അപ്പോൾ അതിൽ കയറുന്നില്ല, അപ്പോൾ കുറച്ച് ചെറുത് വയ്ക്കണം. അപ്പോൾ എന്ത് പണി ചെയ്യുമ്പോഴും ആസ്വദിച്ച് അതിൻ്റെ വൃത്തി പോലെ കുറച്ച് സ്ലോവിൽ തെക്കും തിരക്കടിക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും കേട്ടോ. അപ്പം നമ്മളൊരു 4 പടലാമ കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ തൃശ്ശൂർ ഗഡിയോള് ഓണത്തിന് കാഴ്ചക്കൊലൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുസറായി പ്രവൃത്തികൾ ചെയ്താലേ നല്ല കൊലകൾ കിട്ടുള്ളൂ. അപ്പോൾ ഇവനെ നമുക്ക് ഓണത്തിന് ഇനി ആകെ ഒരു 2 മാസം കഷ്ടിയുള്ളൂ. അതിന് മുമ്പ് ഇവനെ നല്ല കാഴ്ചക്കൊലാക്കിയിട്ട് മാറ്റണം. അതിൻ്റെ ഇടയിൽ വേറൊരു വിഷയം പറയാൻ മറന്നു കേട്ടോ. നമ്മൾ ഈ വർഷം വാഴയ്ക്ക് തുള്ളി തന്നെ നമ്മുടെ സ്വയം കണ്ടുപിടുത്തം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ പോയാൽ തപ്പിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രകാരം തുള്ളി തന്നെ ആകുമ്പോൾ നമുക്ക് കണ്ണി കൂടെ കാണില്ല ഇത് എത്ര വെള്ളം പോകണമെന്നുള്ളത്. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി, വെള്ളം അങ്ങനെ അടിച്ച് വിട്ടു. അപ്പോൾ വാഴയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, നേന്ത്രവാഴയ്ക്ക് വെള്ളം കൂടിക്കഴിഞ്ഞാൽ വെള്ളക്കൂമ്പ് വലിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 5-8 വാഴ നല്ല നൈസായിട്ട് വെള്ളക്കൂമ്പ് വലിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ പടലേരെ എണ്ണം കുറഞ്ഞു, ആരോഗ്യം കുറഞ്ഞു. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. പൊതിഞ്ഞ് വരുമ്പോൾ ഈ കായകൾ പച്ചക്കായയുടെ കളറൊന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ മൊത്തം കവർ ചെയ്യണം. അപ്പോൾ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ പുറത്തേക്കുള്ള സെറ്റപ്പാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് അലി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മുകളിൽ നിന്ന് കെട്ടി കൊണ്ടുവരണം. ഇങ്ങനെ അപ്പോൾ അത് കെട്ടി ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ കെട്ടാക്കി വെക്കുക. ഊരാത്ത രീതിയിലൊന്ന് തടയിട്ട് വെക്കുക. അതേപോലെ നമ്മൾ മുഴുവൻ അലി എടുത്തിട്ട് ആണ് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് വെക്കണത് കേട്ടോ. ഇതിപ്പോൾ അത്ര വലിയ ഫിനിഷിംഗ് ഒന്നും ഉണ്ടാവില്ല. പണ്ടത്തെ ആൾക്കാർക്കൊക്കെയാണ് ഈ ഒരു സിസ്റ്റം കൂടുതലായിട്ട് കുറച്ചും കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുക. ആസ് എ യങ് ഫാർമർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡു ആസ് ദ സെയിം വേ ജസ്റ്റ് ലൈക്ക് ദ ഓൾഡ് ഫാർമേഴ്സ്. ദാറ്റ് ഈസ് വൈ സം ഡെഫിഷ്യൻസീസ് ആർ ദർ ഇൻ റാപ്പിംഗ് ദീസ് ബനാന ബെഞ്ചസ്. ഓക്കെ, വല്ലതും മനസ്സിലാവണ്ട, തമ്പുരാനറിയാം. അപ്പോൾ നമ്മുടെ CM വല്ലതും പച്ച കളർ കാണാണ്ട ഗ്യാപ്പിൽ എവിടെ ഈ സൈഡിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ CM പറഞ്ഞത്, CM എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട, ചീഫ് മിനിസ്റ്റർ അല്ല, ചിൽഡ്രൻസ് മദർ കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വാഴനെ ചുരുട്ടി കൂട്ടി പൊതിഞ്ഞ് മറ്റേ സിനിമയിൽ ജഗദീനെ പൊതിഞ്ഞ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ഏറെക്കുറെ ലെവലായി എന്ന് വേണം പറയാനായിട്ട്. കുറച്ച് അധികം പച്ചപ്പൊന്നും പുറത്തേക്ക് കാണാനില്ല. ഒരുവിധം കിളികൾക്ക് കാണാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ കുറച്ച് ടൈറ്റായിട്ട് തിക്നെസ്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ പണ്ട് രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ഫുൾ കവറിൽ ചെയ്തിരുന്നു. എനിക്ക് ചെറിയൊരു അറിവ് കുറവുണ്ട് എങ്ങനെയാണ് കുറച്ചും കൂടിയും പ്രൊഫഷണലായിട്ട് ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു പോരായ്മ നികത്താനായിട്ട് നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹൈടെക് ജനറേഷനിലുള്ള വാഴ പൊതിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവറ് തൂക്കിയിടുകയാണല്ലോ. ഈ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെയും കൂടിയും കുറവ് നിരത്താനായിട്ട് നമ്മൾ അങ്ങനെ ഒരു ചാക്ക് ഇട്ടിട്ട് നമ്മൾ ചാക്കിൻ്റെ മൂട് കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കയറ്റിയിട്ട് അതും കൂടി ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ കുറവുകൊണ്ട് കൊലയ്ക്ക് തൂക്കം വരാണ്ടിരിക്കേണ്ട എന്തേ. അപ്പോൾ ഇത് നമ്മുടെ പശുവിൻ്റെ ഫാമിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഒരു കാലിത്തീറ്റയുടെ ചാക്കാണ്. അപ്പോൾ ഈ വക പരിപാടിക്കൊന്നും അധികം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലേഡറിൻ്റെ കഥ പറഞ്ഞ പോലെ അധികം കാശൊന്നും ചിലവാക്കണ്ട. ഇതേപോലെ വേസ്റ്റ് ആയിട്ടുള്ള ചാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ ചില സൈലേജിൻ്റെ ചാക്കൊക്കെ വരുന്നവർക്ക് ഉള്ളിലൊരു ഇന്നർ ബാഗ് ഉണ്ടാവും, അതായിരിക്കും കുറച്ചുകൂടി ട്രാൻസ്പാരൻറ്റ്, അപ്പോൾ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ഇതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം പഴുത്തോ എന്നുള്ളത് അങ്ങനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ മൂട് കട്ട് ചെയ്യാം. ഇതൊക്കെ ഇവിടെ പഠിക്കുക, A+B² = 2 എന്നൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ ജൈവ ജാതി പണികളൊക്കെ കിട്ടുക കുട്ടികളെ. അപ്പോൾ ഇതാണ് നമ്മുടെ A+B². ഇത് നമുക്ക് നേരെ കയറ്റാട്ട ഉള്ളിലേക്ക്. ഇതിങ്ങനെ ഇലകളൊക്കെ ഇളക്കാണ്ട് അങ്ങനെ കയറ്റി കൊടുക്കാണ്ട് കയറട്ടെ ഓരോ സൈഡ് ഒപ്പം കയറ്റി കഴിഞ്ഞാൽ കയറിക്കോളും. നമ്മൾ മേടിക്കണ കവറിന് കുറച്ചും കൂടിയും വായവട്ടം ഉണ്ടാവും, അപ്പോൾ അത് കുറച്ചും കൂടിയും സിമ്പിളായിട്ട് കയറും, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏറെക്കുറെ ആ കൊലയുടെ കടവരെ എത്തിച്ചിട്ടുണ്ട്. നമുക്ക് മേശയുടെ മുകളിൽ നിന്ന് എത്തണില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോണി വെച്ചിട്ട് ഒന്ന് പരിശ്രമിക്കാം കേട്ടോ. കോണി വെച്ചിട്ടൊക്കെ കയറുമ്പോൾ വാഴമല്ല ഓടാക്കരുത്, ഒന്ന് ബാലൻസ് ചെയ്ത് നിന്നില്ലെങ്കിൽ കൊല ചെരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം നിൽക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള തലപ്പ് ഇങ്ങനെ ചുരുട്ടിയിട്ട് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേസ്റ്റാക്കാൻ ഉദ്ദേശിച്ച കയറിൻ്റെ പരിപാടി ഉണ്ടോ, അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല, ഒരു കിളിയും വരില്ല, ഒരാളും വരില്ല. ഇനി ഈ കൊല കൊണ്ടുപോകണമെങ്കിൽ മീശമാധവൻ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചരിത്രത്തിലെ വീഡിയോയിൽ ആദ്യമായിട്ട് കൊല പൊതിയണ ഒരു വീഡിയോ ഇട്ട കർഷകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എൻ്റെ ചാനൽ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ഈ കൊലയുടെ അപ്ഡേറ്റ്, അതായത് ഈ സാധാരണ കെട്ടിയില്ലെങ്കിലും കെട്ടാത്ത കൊലയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഓണത്തിന് കൊല വെട്ടുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു കൊല നമ്മൾ കെട്ടാതെ പൊതിയാതെ വിടാം, അപ്പോൾ ഏകദേശം ആ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള കുൽസിത പ്രവർത്തികളായിട്ട് വേറൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.